എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അശ്വതിയുടെ നക്ഷത്രഫലം എങ്ങനെയാണെന്ന് പൊതുവായുള്ള നക്ഷത്രഫലം നമുക്ക് ചിന്തിച്ച് നോക്കാം. അശ്വതി നക്ഷത്രം എന്നത് മേടം രാശിയിലെ ആദ്യത്തെ നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ദേവത അശ്വിനിയും ദേവഗണവും പുരുഷയോനിയും കുതിരമൃഗവും ഭൂമി ഭൂതവും പക്ഷി പുള്ളും വൃക്ഷം കാഞ്ഞിരവും ആണ്. ഈ അശ്വതിയുടെ നക്ഷത്ര സംഖ്യ എന്നത് 3 ആവുന്നു. അശ്വതി ഒരു തിരിമുഖ നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ജനനം കേതുർ ദശയിലും തുടർന്ന് ശുക്രനും സൂര്യനും ചന്ദ്രനും ചൊവ്വയും രാഹുവും വ്യാഴവും ശനിയും വരുന്നു. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പുരുഷന്മാർ ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയവരും അധികം വണ്ണം വയ്ക്കാത്തവരും നല്ല ഉയരമുള്ളവരും നീളമുള്ള മുഖത്തോടു കൂടിയവരും ദീർഘായുസ്സുള്ളവരും ആൺസന്താനങ്ങളെ അപേക്ഷിച്ച് പെൺസന്താനഭാഗ്യം കൂടിയവരും വാർദ്ധക്യത്തിൽ ഏകാന്തത അനുഭവിക്കേണ്ടി വന്നേക്കാവുന്നവരും ആയിരിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ ചിലർ മദ്യപാനാസക്തിയുള്ളവരും അത് ജീവിതാന്ത്യം വരെ തുടർന്നേക്കാൻ സാധ്യതയുള്ളവരുമായതിനാൽ ഇവർ മദ്യത്തിന് അടിമപ്പെടാതെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രക്കാരെ കരൾ രോഗം, ശിരോക്ഷതം, രക്തസ്രാവം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ളതിനാൽ ഈ മദ്യപാനാസക്തി നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അശ്വതി നക്ഷത്രക്കാർ ഓരോ കാര്യങ്ങളിലും തീരുമാനങ്ങളെടുത്താൽ തമ്മിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളും ആയിരിക്കും. എന്നാൽ ഇവർക്ക് അമിത ഭക്തി ഇവർ കാണുകയില്ല. അതിനാൽ ഇവരിൽ ചിലരെ നിരീശ്വരവാദികളായി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനിടയാകും. എന്നാൽ അടുത്തിടപെടുമ്പോൾ ആ ധാരണ തെറ്റാണെന്ന് ബോധ്യമാവുകയും ചെയ്യും. ചെറുപ്പകാലങ്ങളിൽ തന്നെ, അതായത് 21 മുതൽ 27 വയസ്സിനുള്ളിൽ ഇവരുടെ മിക്കവരുടെയും വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് ഇവരുടെ ഭാര്യമാർക്ക് മിക്കവർക്കും ഉണ്ടായിരിക്കും. തന്മൂലം കുടുംബജീവിത വിജയവും ഉണ്ടാവും. കുടുംബത്തിലെ മൂത്ത പുത്രനായിരിക്കും അശ്വതി നക്ഷത്ര ജാതകൻ. ഇവർക്ക് അന്യജനങ്ങളെ കൊണ്ടാണ് ഗുണാനുഭവങ്ങളും സഹായങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ സഹോദരങ്ങളിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ വലിയ ഗുണാനുഭവങ്ങളോ പ്രോത്സാഹനങ്ങളോ ഇവർക്ക് മിക്കവർക്കും ഉണ്ടാവാൻ സാധ്യതയുമില്ല. മാതാപിതാക്കളുമായി ഒന്നുകിൽ രമ്യതക്കുറവോ അല്ലെങ്കിൽ അവർ വിദേശത്തായിരിക്കും മൂലം മാതാപിതാക്കളുമായി അകന്നു കഴിയുവാനോ ഇവർക്ക് യോഗമുണ്ടാവും. മാതാപിതാക്കൾ ഇവരിൽ ചിലരുടെ ചെറുപ്പകാലത്ത് തന്നെ നഷ്ടപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട്. ഓർമ്മശക്തി, നേതൃപാടവം, മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവ് എന്നിവ ഇവരിൽ ഉണ്ടായിരിക്കും. അല്പം ചിന്താശീലം കൂടിയ പ്രകൃതമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക്. എന്ത് കാര്യങ്ങളിലും വളരെ ആലോചിച്ച് തീരുമാനമെടുക്കും. മനഃശക്തി കുറവുള്ളവരെയും ഇവരിൽ ചിലരെ കാണുവാനാവും. മൂകത, അലസത, ഒന്നിലും ശ്രദ്ധയില്ലായ്മ എന്നിവയും ഇവ ചിലർക്ക് ഫലമാണ്. സ്വന്തം കാര്യം സിന്ധോബാദ് എന്ന പ്രമാണം ഇവരെ ചിലർക്ക് ചേരും. അതായത് തൻകാര്യ സ്വഭാവം ഇവരിൽ ചിലർക്ക് മുന്നിട്ട് നിൽക്കും എന്ന് പറയണം. ആഹാര കാര്യങ്ങളിൽ അമിത താല്പര്യം ഇവർ പ്രകടിപ്പിക്കും. അതിനായി അമിത പണം മുടക്കി ഭക്ഷണ സാധനങ്ങൾ പുറമേ നിന്ന് ഇവർ വാങ്ങിക്കഴിക്കുന്ന ശീലമുണ്ടാവും. കുടുംബ ഭക്ഷണത്തെക്കാൾ പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളതായിരിക്കും മിക്കവാറും അശ്വതി ജാതകർ. സാഹിത്യാദി കലകളിൽ ഇവർക്ക് താല്പര്യം കുറവായിരിക്കും. അത് ശോഭിക്കുവാനും ഇവരുടെ ചില മാനസിക പ്രത്യേകതകൾ വെച്ച വിഷമമായിരിക്കും. പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവർ വളരെ രാഘവത്തോടെ തരണം ചെയ്യും. അതിനുള്ള മാനസികവും ശാരീരികമായ കഴിവും ഇവർക്കുണ്ടായിരിക്കും. ഏതൊരു കാര്യത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യപ്രാപ്തിയിലെത്താതെ ഇവർ പിന്മാറുകയില്ല എന്നും എല്ലാവരും തൻ്റെ വാക്കുകളെ മാനിക്കണമെന്ന ഒരു ദുരഭിമാനം കൂടെ ഇവരിൽ ചിലരിൽ കണ്ടുവന്നേക്കാം. ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവർക്ക് വളരെ കുറവായിരിക്കും. ശുചിത്വം, കൃത്യനിഷ്ഠ തുടങ്ങിയ കാര്യങ്ങൾ ഇവർ മുൻപന്തിയിലായിരിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ ഇവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് ഇവരുടെ ഭർത്താക്കന്മാർക്ക് ഉണ്ടായിരിക്കും. തന്മൂലം കുടുംബജീവിതം വിജയവും ഉണ്ടാവും. ഭർത്താവിനെ ഈശ്വരതുല്യം സ്നേഹിക്കുന്നവരും ഭയഭക്തി ബഹുമാനങ്ങളെ കാണുന്നവരും ഉണ്ടാവാം. ഇവരിൽ ചിലർക്ക് കൃഷി സംബന്ധമായ ജോലികൾ, സേവന മേഖലകൾ എന്നിവയിൽ തൊഴിൽ സാധ്യതയുണ്ടാകും. ആഡംബര പ്രിയത്വം ഇവർക്ക് പൊതുവെ കുറവായിരിക്കുമെങ്കിലും നന്മ നിറഞ്ഞ സർവ്വസുഖ തൃപ്തിയോടുകൂടിയുള്ള കുടുംബജീവിതം ഇവർക്കെല്ലാവർക്കും സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീകൾ നല്ല ഈശ്വരവിശ്വാസികളായിരിക്കും. ജാതിമത ഭേദമന്യേ പെരുമാറാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും. ഭർത്താവിനെ ഈശ്വരതുല്യം കരുതി ജീവിക്കുന്നവരായിരിക്കും ഇവരിൽ അധികവും. സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ നടപ്പിൽ വരുത്താൻ ഇവർ മിക്കവരും ശ്രമിക്കുകയും ചെയ്യും. ആഭരണ പ്രിയത്വം ഇവരിൽ ഒട്ടും തന്നെ കണ്ടുവരാൻ സാധ്യതയില്ല. എന്നാൽ ചിലരിൽ അമിത പ്രിയത്വം കാണാൻ സാധിക്കും. അതായത് മോഡേൺ വസ്ത്രരീതിയിലൂടെയൊക്കെ ചിലർക്ക് താല്പര്യം ഉണ്ടായേക്കാം. കുടുംബ ബന്ധുജനങ്ങളുമായി ഇവർ അടുത്ത് ഇടപെടും. സ്നേഹവാത്സല്യവും മറ്റും ഇവർക്കുണ്ടാവും.
ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മ മേഖലകളിൽ എപ്പോഴും വ്യാപൃതരായിരിക്കും. ഐശ്വര്യവതികളും ഏതൊരു പുരുഷനും ഇഷ്ടപ്പെടുന്ന അഴകോട് കൂടിയവരുമായിരിക്കും ഇവരിലധികവും. ശോഭനമായ ഒരു കുടുംബജീവിതം ഇവർക്ക് ലഭിക്കും. എന്നാൽ വൻ സാമ്പത്തിക ശേഷി ചിലർക്ക് ഉണ്ടായി എന്ന് വരില്ല. ഒരു ഇടത്തരം കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കും ഇവരിലധികവും. ഭർത്തൃ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള സ്നേഹവാത്സല്യങ്ങൾ ജീവിതത്തിൻ്റെ ആദ്യ കാലയളവിൽ ഇവർക്ക് അത്ര ശോഭനമായിരിക്കില്ല എങ്കിലും എന്നാൽ കാലക്രമേണ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാ കാര്യത്തിനും ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പിന്തുണ ആവശ്യമായി വന്നേക്കാം. യഥാവധി ഭർത്തൃസുഖം അനുഭവിക്കാനുള്ള ഭാഗ്യവും ഇവർക്കുണ്ട്. നല്ല വാക്ക് പറയാൻ ഇവരിൽ എല്ലാവർക്കും നല്ല കഴിവുണ്ടായിരിക്കും. ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ നല്ല താല്പര്യമുള്ളവരായിരിക്കും. കുടുംബത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനാദികളായിരിക്കും ഇവരുടേത്. അമരയാത്രകൾ ഇവരിൽ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഗുരുസ്ഥാനത്തുള്ളവരോട് യഥാവധി പെരുമാറാനും ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. തന്മൂലം ഇവരുടെ ജീവിതത്തിൽ മുഴുവൻ അനുഗ്രഹങ്ങളും ജീവിതയാത്രയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവർക്ക് താങ്ങായി തണലായി ഈ ഭക്തിയും കൂടെ ഉണ്ടാവും. ഇവരുടെ ഭർത്താക്കന്മാരിൽ ചിലർ ഡോക്ടറോ കൃഷി സംബന്ധമായ ഉദ്യോഗമുള്ളവരോ അല്ലെങ്കിൽ വ്യാപാരം ഉള്ളവരോ അല്ലെങ്കിൽ സൈനിക സംബന്ധമായ ഗവൺമെൻറ് ജോലികളിൽ വ്യാപൃതരായവരോ ആയിരിക്കാം. ഭർത്താവിൽ നിന്ന് എല്ലാവിധ സുഖ സൗകര്യങ്ങളും മനസ്സന്തോഷവും ലഭിക്കുന്ന ജീവിതമായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടേത്. ഇവരുടെ ഭർത്താക്കന്മാരിൽ ചിലർ നേരത്തെ നഷ്ടപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. വൈദവ്യം ചിലപ്പോൾ നേരത്തെ വന്നേക്കാം. ജാതകം കൂടി നോക്കിയെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവർക്ക് പട്ടാളം, പോലീസ്, ഫയർഫോഴ്സ്, സേവന, ശാസ്ത്ര മേഖലകൾ, ആശുപത്രി ജോലികൾ, ഇരുമ്പുരുക്ക് മേഖലകൾ തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ കൂടുതൽ ഉള്ളവരാണ്. അശ്വതി നക്ഷത്രത്തിൽ ആദ്യമായിട്ട് ഋതുമതിയാകുന്ന പെൺകുട്ടിക്ക് സമ്പത്തും സൗന്ദര്യവും കുലീനതയും മാന്യതയും നല്ല കുടുംബജീവിതവും ഭർത്തൃസുഖവും ലഭിച്ചേക്കാം. അശ്വതി നാളുകാർക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാകുക, കണ്ണുകൾക്ക് പ്രശ്നം വരിക, രക്തസ്രാവം ഉണ്ടാകുക, വാതകഫ രോഗങ്ങളുണ്ടാകുക, നാഡി, നട്ടെല്ല് തുടങ്ങിയ സ്ഥാനങ്ങൾക്ക് ബലക്ഷയം ഉണ്ടാകുക, ഉദരരോഗങ്ങൾ, അസിഡിറ്റി പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അശ്വതി നാളുകാർക്ക് കാർത്തിക, മകയിരം, പുണർതം, ചിത്തിര, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുമായുള്ള പങ്ക് കച്ചവടവും മറ്റും അത്ര ഗുണകരമായിരിക്കില്ല എന്നുള്ളതും ഓർത്തിരിക്കണം. അശ്വതി നാള് ഊൺനാളാണ്. അതായത് ഏറ്റവും നല്ലൊരു നാളാണ്. ദേവഗണത്തിൽപ്പെട്ട നാളാണ്. അതിനാൽ ഗൃഹപ്രവേശം, വിദ്യാരംഭം, പുതിയ ആഭരണാദികൾ ധരിക്കുക, വിവാഹം, മരുന്നുകൾ ആദ്യമായി കഴിക്കുക, അന്നപ്രാശം, നാമകരണം, പ്രധാനപ്പെട്ട യാത്രകൾ, വിത്ത് വിതയ്ക്കാൻ, പുതിയ ചെടികളും മരങ്ങളും വൃക്ഷങ്ങളൊക്കെ നടാൻ, പൂജാതി കാര്യങ്ങൾ തുടങ്ങാൻ ഇതിനൊക്കെ ഉത്തമമാണ്. അശ്വതി നക്ഷത്രം ഒരു ക്ഷിപ്ര നക്ഷത്രമായതിനാൽ ഇതിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കാത്ത അതിനേക്കാൾ പെട്ടെന്ന് പൂർത്തിയാകും എന്നൊരു വിശ്വാസം കൂടി ഇതിനകത്തുണ്ട്. അശ്വതി നാളുകാർക്ക് വൈഡൂര്യമാണ് അതിൻ്റെ ഭാഗ്യരത്നമായി പറയുന്ന. ജാതകം നോക്കി, ജാതകത്തിലെ ഗ്രഹനില കൂടി നോക്കിയതിന് ശേഷം മാത്രമേ ഒരു രത്നം നിർദ്ദേശിക്കാനാവുകയുള്ളൂ. അശ്വതി നാളുകാർക്ക് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ, ഇള മഞ്ഞ, വെള്ള കൂടുതലുള്ള ഇരുണ്ട വെള്ള നിറം, ഇതൊക്കെ ഭാഗ്യനിറങ്ങളാണ്. ഇവ ധരിക്കുന്നത്, പ്രത്യേകിച്ച് അശ്വതി നാളുകാർ ഇതൊക്കെ ധരിക്കുന്നത് ഗുണപ്രദമായിരിക്കും എന്ന് ആചാര്യന്മാർ പറഞ്ഞു. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ കേവലമായ ഫലങ്ങളാണ് ഇതെല്ലാം. ഒരു നക്ഷത്രഫലം എന്നുള്ളത് ജാതകഫലം പോലെ അത്ര ഡീപ്പായിരിക്കില്ല, വിശദമായിരിക്കില്ല. ഒരു സാമാന്യ പൊതുഫലങ്ങളാണ് ഇതിലുള്ളത്. ഇതിലൊക്കെ ചിലതൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും, എല്ലാവർക്കും അനുഭവത്തിൽ വരുന്നതായിരിക്കും. എന്നാൽ ജാതകം അനുസരിച്ചിട്ടാണ് ഒരാളുടെ സ്വഭാവവും ഫലവും കാര്യങ്ങളും എപ്പോഴും കൃത്യമാകുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഭരണി നക്ഷത്രമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി.